പി വി അൻവറിന്റെ കക്കാടംപൊയിലിലെ പാർക്കിന് ലൈസൻസ് നൽകി കൂടരഞ്ഞി പഞ്ചായത്ത്. വിവിധ ഇനങ്ങളിലായി 7.5 ലക്ഷം രൂപ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും അടച്ചാണ് ലൈസൻസ് നേടിയത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പഞ്ചായത്തിന്റെ നീക്കം. പി വി അൻവർ എംഎൽഎയുടെ കക്കാടംപൊയിലിലെ പാർക്കിന് പ്രവർത്തനാനുമതി നൽകിയ സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് നദീസംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി ടി വി രാജൻ നൽകിയ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പഞ്ചായത്തിന്റെ നടപടി. ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോൾ ലൈസൻസ് ഇല്ലാതെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാതെ പാർക്കിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചു. ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് വിജു എബ്രഹാം അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കെ ഇന്നലെ 6,000 രൂപ ഫീസ് അടച്ചാണ് പി വി അൻവർ എംഎൽഎ കൂടരഞ്ഞി പഞ്ചായത്തിൽ ലൈസൻസിന് അപേക്ഷിച്ചത്. 2019-20 മുതൽ ഇങ്ങോട്ടുള്ള കെട്ടിട നികുതി കുടിശ്ശികയായ 5 ലക്ഷം രൂപയും പഞ്ചായത്തിൽ അടച്ചു. റവന്യൂ റിക്കവറി കുടിശ്ശികയായ 2.5 ലക്ഷം രൂപ വില്ലേജ് ഓഫീസിലാണ് അടച്ചത്. നവംബർ മാസം 9-ാം തീയതി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ പി വി ആർ നാച്ചുറൽ പാർക്കിന്റെ മാനേജർ പി വി ആർ നാച്ചുറൽ പാർക്കിന്റെ ഡയറക്ടർ അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയിൽ 2018 മുതൽ 2023 വരെയുള്ള ഏകദേശം 7 ലക്ഷത്തോളം രൂപ നികുതി കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളതിനാൽ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. പിന്നീട് രണ്ടാമത് ജനുവരി മാസം 4-ാം തീയതിയും അപേക്ഷ പുതുക്കി നൽകിയിരുന്നു. ഈ അപേക്ഷ നൽകപ്പെടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഗ്രാമപഞ്ചായത്ത് അവർക്ക് നൽകിയ നിർദ്ദേശം നികുതി കുടിശ്ശിക പൂർണ്ണമായും അടച്ചതിന് ശേഷം മാത്രമേ ലൈസൻസ് അനുവദിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ റിക്കവറിയായി രേഖപ്പെടുത്തിയ 2 ലക്ഷത്തിൽ ചില്ലറ രൂപയും 5 ലക്ഷത്തിൽ ഗ്രാമപഞ്ചായത്തിന് അടയ്ക്കാനുള്ള 5 ലക്ഷം രൂപയും അടച്ചതിന് ശേഷം ഇന്നലെ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകുകയുണ്ടായത്. പാർക്കിലെ പുൽമൈതാനി ഉപയോഗിക്കാൻ മാത്രമാണ് അനുമതി തേടിയത്. മറ്റു റൈഡുകൾ ഉപയോഗിക്കാനാവില്ല. വിദഗ്ധ പരിശോധനകൾ വേണ്ടതിനാലാണ് റൈഡുകൾക്ക് അനുമതി തേടാതിരുന്നതെന്നാണ് അറിയുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.